അല്ല ബാലമാമേ, ശ്രേയക്ക് ഒരു സംശയവും ഇല്ലാത്ത പോലെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എന്റെ മുന്നിൽ വെച്ചാ അവര് നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാലോ നിനക്ക്. ഞാൻ പോവാ. നമ്മൾ തീരുമാനിച്ചത് ഓർമ്മയില്ലേ? ഈ ഒരു രാത്രിയില്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ. രാവിലെ പോവാം നമുക്ക്. നീ എന്താ പറയുന്നു മോളെ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിച്ചേനെ. പക്ഷേ നിന്നെ വേദനിപ്പിച്ചാൽ അത് വന്ന് കൊള്ളുന്ന എനിക്കായിരിക്കും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല. ശ്രേയ ഉള്ള ആഗ്രഹം നടത്താൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ തോറ്റതുപോലെ ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ നാണക്കേട് നമുക്കല്ലേ. മോളെ, ഇപ്പൊ ഞാൻ പോയിട്ട് രാവിലെ വരാം. അത് ബാലമാമേ. ചാരു, അച്ഛൻ രാവിലെ വരാന്ന് പറഞ്ഞില്ലേ? നീ ടെൻഷൻ ആവണ്ട. അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. ബാലമാമേ, ഇപ്പൊ പോയിട്ട് രാവിലെ നേരത്തെ തന്നെ വരണം. അപ്പൊ ശ്രേയക്ക് സംശയമൊന്നും തോന്നില്ല. അക്കു ചേട്ടാ, ബാലമാമനെ വീട്ടിൽ വിട്ടിട്ട് വാ. ശരി. ആ ഗോവിന്ദ, ചാരുമോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ശരി ബാല. ശരി മോളെ, കൊണ്ടാക്കിയിട്ട് വരാം. മാഡം, എന്താ ചെയ്യേണ്ടത്? അവരെ ബ്ലോക്ക് ചെയ്യണോ? വേണ്ട. മാഷേ, താൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണോ പരിപാടി? പോയിക്കോ. ഇനി അങ്ങോട്ട് റെസ്റ്റ് തന്നെയല്ലേ തനിക്ക്? പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് എന്താ ആലോചിക്കുന്നത്? എനിക്കെന്തോ ഒരു പേടി പോലെ. നമ്മൾ ചാരുമോളെ ഒറ്റയ്ക്കാക്കിയല്ലേ വന്നത്. തിരിച്ചു പോയി മോളെയും കൂട്ടി വന്നാലോ? അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട. ചാരുവിന്റെ കൂടെ ഞാനുള്ളിടത്തോളം അവക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛൻ വന്ന് വണ്ടി കയറി, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഇല്ല മോനെ, നമ്മളെല്ലാവരും ഉള്ളപ്പോഴല്ലേ ആഭരണങ്ങൾ ചാരുമോളുടെ ബാഗിൽ വെച്ച് അവളെ കള്ളിയാക്കാൻ നോക്കിയത്. അത് മാത്രമല്ല മോനെ, അരവിന്ദന്റെ ആക്സിഡന്റിന് പിന്നില് ആ പെണ്ണാണെന്ന് ചാരു പറഞ്ഞപ്പോ മുതല് എനിക്കെന്റെ ധൈര്യം മുഴുവൻ ഇല്ലാതായി. ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടില്ല. ഇത്രയും തരം താഴാൻ അവൾക്ക് മാത്രമേ കഴിയൂ. ആ പെണ്ണിന്റെ ഉള്ളിൽ പ്രതികാരം മാത്രമല്ല, സ്വന്തം വാശി നിറവേറ്റിയെടുക്കാൻ ആർക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട്. അവള് ചാരുമോൾ എന്തെങ്കിലും ചെയ്യുമെന്നാ ഇപ്പൊ എന്റെ പേടി. അച്ഛൻ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണ്ഡപം വരെ എത്തിച്ചില്ലേ അവള്. നാളെ കല്യാണം എങ്ങനെ നടക്കാതിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ കല്യാണം നടത്താനുള്ള വഴികള് അവൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. ആ പെണ്ണ് മാത്രമല്ല, ശാന്തപ്പനും കുഞ്ഞുമോളും പിന്നെ നിന്റെ അമ്മയും, എല്ലാ വിഷജന്തുക്കളും അവളുടെ കൂടെ ഉണ്ടല്ലോ. അവരുടെ ഇടയിലാ നമ്മൾ ചാരുമോൾ ഒറ്റയ്ക്കാക്കി പോകുന്നത്. നമുക്ക് അവളെ വിളിച്ചോണ്ട് വരാൻ മോനെ. അച്ഛനെ പോലെ ചാരു എന്റെ ജീവന. ആര് വിചാരിച്ചാലും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾക്ക് നല്ല ധൈര്യമാ. നമ്മളിപ്പോ ചെന്ന് വിളിച്ചാലും അവള് വരില്ല. വരുന്നിടത്ത് വെച്ച് കാണാന്നേ അവള് പറയൂ. അവളുടെ കൂടെ ഞാനില്ലേ. അച്ഛൻ വാ, വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. ബാക്കിയൊക്കെ നമുക്ക് രാവിലെ നോക്കാം. വാ. നിങ്ങളൊക്കെ ഞാൻ എന്താ പറയാ? തലയ്ക്കകത്ത് വല്ലുണ്ടോ? മാനം കളയാനായിട്ട് ആരെന്ത് പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞോണം. അതാ നിങ്ങളുടെ ജന്മം. ചോദിക്കും മോനെ, അങ്ങനെ തന്നെ ചോദിക്ക്. അത് കേട്ടെങ്കിൽ ഇങ്ങേർക്ക് നാണം വെക്കട്ടെ. ഇങ്ങനെ മാത്രം പറഞ്ഞാ പോരാ, നിങ്ങളും കണക്കാമായി. ശാന്ത പോവാ, ഞാനൊന്ന് ചോദിക്കട്ടെ. ശ്രേയ മേഡം നിങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാ? മറന്നോ അതൊക്കെ? ദത്തുപുത്രി ദത്തുപുത്രി എന്ന് ദിവസത്തെ ഒരു 100 തവണ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ. ആ പുത്രിയോടാ ഈ കള്ളത്തരവും ചതിയൊക്കെ നിങ്ങൾ കാണിച്ചത്.